ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വലിയൊരു ഇടവേള എടുത്തിട്ടാണ് ഇപ്പൊ വീണ്ടും ഭഗവത്ഗീതയുടെ ക്ലാസ്സിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോ ഭഗവത്ഗീതയിലെ 25 ശ്ലോകങ്ങൾ, അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെയുള്ള വീഡിയോസിൽ നോക്കിയത്. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഭഗവത്ഗീത എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ആ ആദ്യത്തെ 3 വീഡിയോ കാണാൻ സാധിക്കും. 25 വരെയുള്ളത് നമ്മൾ 3 വീഡിയോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവരും അതൊന്ന് നോക്കി ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചൊല്ലുന്നത് 26 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം പരമാത്മനേ നമഃ. തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാത്ര പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാത്ര പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി. ഭഗവത്ഗീതയിലെ ആദ്യ അധ്യായത്തിലെ 26 ശ്ലോകത്തില് കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാനില്ല. അതായത് നമ്മള് 24 ശ്ലോകത്തില് സഞ്ജയ ഉവാച എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, കൃഷ്ണൻ അർജുനന്റെ തേര് തെളിച്ച് യുദ്ധഭൂമിയുടെ നടുവിലായിട്ട് കൊണ്ടുവന്ന് നിർത്തി. ഇരുഭാഗത്തും സൈന്യങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അവരുടെ നടുവിൽ കൊണ്ടുവന്നിട്ട് തേര് നിർത്തി എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, നീ ഈ കുരു സൈന്യത്തെ കാണൂ, കുരുവംശത്തെ കാണൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ 26 ശ്ലോകത്തില് അർജുനൻ എന്തൊക്കെയാണ് കണ്ടത് എന്നാ പറയുന്നത്. അതായത് ആരെയൊക്കെയാണ് കണ്ടത്. അപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പിതൃതുല്യരെയും പിതാമഹരെയും മക്കളുടെ സ്ഥാനത്തുള്ളവരെയും സഹോദര സ്ഥാനത്തുള്ളവരെയും സുഹൃത്തുക്കളെയും ഭാര്യ പിതാക്കന്മാരെയും ഗുരുതുല്യരെയും പൗത്രന്മാരെയും അങ്ങനെ ഒട്ടനവധി ആളുകളെ ഒക്കെ അർജുനനോട് അടുത്ത ബന്ധത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ കണ്ടു എന്നുള്ളതാണ് 26 ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അർജുനന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്, താൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് തന്റെ തന്നെ ബന്ധുക്കളോടാണ്, അല്ലെ? ജ്യേഷ്ഠാന്യന്മാരുടെ മക്കൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അപ്പോ കുറച്ച് ബന്ധുജനങ്ങളൊക്കെ അവരുടെ ഒപ്പവും കുറച്ച് ബന്ധുജനങ്ങളൊക്കെ പാണ്ഡവരുടെ ഒപ്പവും കൂടി ഇങ്ങനെ ചേരിയിലായിട്ടാണ് ഈ യുദ്ധം നടക്കാൻ പോകുന്നത്. അപ്പൊ അർജുനൻ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. നമ്മളും പലപ്പോഴും ഇതിപ്പോ യുദ്ധം എന്ന് പറയുന്നു, നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നു, അല്ലാതെയും നമ്മളും ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയത്ത് അർജുനനെ പോലെ തന്നെ ഇങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്കണ്ട, അതായത് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കഷ്ടത്തിലാവുന്ന, ആകെ കൂടി കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയം നമുക്കും നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നോ പറയേണ്ടത് നമ്മുടെ തന്നെ അടുത്ത ആൾക്കാരോടായിരിക്കാം, അല്ലെ? അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടം ഒക്കെ വരുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കും. അതേപോലെ തന്നെ അർജുനനും നിന്നു എന്നുള്ളതാണ് 26 ശ്ലോകത്തില്. 26 ശ്ലോകത്തില് ആരെയൊക്കെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 27 ശ്ലോകം ചൊല്ലാം. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ
വിഷീദന്നിതമബ്രവീത്. 27ാമത്തെ ശ്ലോകത്തിലും കാര്യമായിട്ട് മനസ്സിലാക്കാനില്ല. അതായത് നമ്മള് 26ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഇങ്ങനെ പല വിധത്തിലും ബന്ധുക്കളായിട്ടുള്ളവരെ ഒക്കെ അർജുനൻ കണ്ടു. അർജുനൻ ആരെയൊക്കെയാണ് കണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കുന്തിപുത്രൻ എന്നാ പറയുന്നത്. അങ്ങനെ കുന്തിപുത്രനായിട്ടുള്ള അർജുനൻ ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുത്വമുള്ളവരെ അവിടെ കണ്ടിട്ട് കരുണാഭരിതനായി തീർന്നു. അതായത് മനസ്സിങ്ങനെ മടുത്തു. അതായത് മനസ്സ് മടുക്കുകയല്ല, എന്താണ് ആ ഒരു ഇമോഷന് പറയേണ്ടത്? താൻ ഇപ്പോ യുദ്ധം ചെയ്യാനാണ് പോകുന്നത്. അത് ആരോടാണ്? തനിക്ക് വളരെ വേണ്ടപ്പെട്ടവരോട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യാൻ അർജുനന് ഒട്ടും തോന്നുന്നില്ല എന്നുള്ളതാണ്. അർജുനൻ കരുണാഭരിതനായി തീർന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്. എന്താ പറയുന്നത് എന്നുള്ളത് 28ാമത്തെ ശ്ലോകത്തിലാണ്. അതാണ് 28ാമത്തെ ശ്ലോകം അർജുന ഉവാച എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് 28ാമത്തെ ശ്ലോകം നോക്കാം. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അർജുന ഉവാചയാണ്. അർജുനൻ പറയാണ്, അല്ലയോ കൃഷ്ണ, ഈ യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുന്ന ഈ ബന്ധുമിത്രാദികളെ ഒക്കെ കണ്ടിട്ട് എന്റെ അവയവങ്ങളൊക്കെ ഇതാ തളരുന്നു, എന്റെ മുഖമാകെ വരളുന്നു എന്ന് പറയാണ്. ആ ശ്ലോകത്തിനുള്ള വ്യാഖ്യാനം അത്രയേ ഉള്ളൂ. അല്ലയോ കൃഷ്ണ, ഈ യുദ്ധത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ ആകെ തളരുകയും എന്റെ മുഖമാകെ വരളുകയും ചെയ്യുന്നു എന്ന് പറയാണ്. അപ്പോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അർജുനൻ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത് തന്റെ ബന്ധുക്കളോടാണ്. അതിന്റെ വിഷമം അർജുനനുണ്ട്. പക്ഷേ ആ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഈ മഹാഭാരതത്തിന്റെ കഥ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാടെന്ന് വെച്ചാൽ എത്ര കണ്ട് ദ്രോഹിക്കാമോ അത്ര കണ്ട് പാണ്ഡവരെയും പാണ്ഡുപുത്രന്മാരെയും കുന്തിദേവിയെയും ഒക്കെ ഈ കൗരവർ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നൊരവസ്ഥയിലാണ് ഈ യുദ്ധമുഖത്ത് വന്നിപ്പോ അവര് നിൽക്കുന്നതും. അവര് തമ്മിലുള്ള പിണക്കങ്ങൾ തീർക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതായത് മീഡിയേറ്റർ ആയിട്ട് പോലും ഭഗവാൻ കൃഷ്ണൻ പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കൗരവരെ സമ്മതിക്കില്ല, ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും അവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ, ചെറിയൊരു നിസ്സാരമായിട്ടൊരു പ്രശ്നത്തെയാണ് ഇത്ര പെരുപ്പിച്ച് ചൂതുകളി കൊണ്ടുവന്നു, അല്ലെ, ദ്രൗപദിയെ വലിച്ചിഴച്ച് സഭയിൽ വെച്ച് അവളെ അപമാനിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും ദുഷ്ടത ചെയ്തിട്ട് യുദ്ധമുഖത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ യുദ്ധമുഖത്ത് വന്ന് നിൽക്കുമ്പോഴും, ഇത്രയേറെ പീഡനങ്ങൾ നേരിട്ടിട്ട് യുദ്ധമുഖത്ത് വന്ന് നിൽക്കുമ്പോഴും അർജുനൻ അപ്പോഴും ചിന്തിക്കുന്നത്, യുദ്ധത്തിന് ഒരുങ്ങി വന്ന് നിൽക്കുന്ന ഈ ബന്ധുമിത്രാദികളെ കാണുമ്പോൾ, അല്ലയോ കൃഷ്ണ, എന്റെ അവയവങ്ങൾ ആകെ തളർന്നു പോവുകയാണ്, എന്റെ മുഖമാകെ വരളുന്നു. അതായത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മുടെ ദേഹമൊക്കെ തളർന്നു പോകും, അല്ലെ? ഇപ്പോ യുദ്ധം എന്ന് പറഞ്ഞാൽ മരണങ്ങൾ ഉണ്ടാവും. ഈ മരണം സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ്? അർജുനന് അത്രയും വേണ്ടപ്പെട്ടവർക്കാണ് സംഭവിക്കുക. അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് അർജുനൻ ഈ ഒരു ചിന്ത വന്നത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവത് ഭക്തിയിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഭഗവത് ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. സഹജീവികളോടുള്ള അനുകമ്പ, സഹാനുഭൂതി എന്നിവയൊക്കെ ആരിലേ കാണാൻ സാധിക്കുള്ളൂ? ഉത്തമ ഭക്തി, അല്ലെ? മനുഷ്യത്വം എന്ന് നമ്മൾ പറയും. മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോ അത്രയേറെ ഭഗവത് ഭക്തി, അർജുനൻ ഒരു ഉത്തമ ഭക്തനാണ്. അതുകൊണ്ടാണ് അർജുനന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത്. അപ്പൊ സഹജീവികളോടുള്ള സഹാനുഭൂതി, അനുകമ്പ എന്നുള്ളതൊക്കെ ആർക്കേ ഉണ്ടാവുകയുള്ളൂ? ഒരു ഉത്തമ ഭക്തന് മാത്രമേ, ഭഗവത് ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഭഗവത് ഭക്തി ഇല്ലാത്ത ഒരുത്തന്
എന്തും വെട്ടിപ്പിടിക്കാനുള്ള ആവേശം ഉണ്ടാവുള്ളൂ. ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എന്ത് തിന്മ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് എന്റെ കാര്യം നടന്നാ മതി. എനിക്ക് കിട്ടേണ്ടുന്ന സ്വത്ത് എനിക്ക് കിട്ടിയാ മതി. അപ്പൊ ആ കൗരവ വംശത്തിലുള്ളവര് അല്ലെങ്കിൽ കൗരവരുടെ ഭാഗത്ത് നിൽക്കുന്നവര് മുഴുവനും ആ ഗണത്തില് കൂട്ടാൻ സാധിക്കുന്ന ആൾക്കാരാണ്. ആരുടെ തല പോയാലും കാര്യമില്ല. എനിക്ക് എന്റെ സുഖം മതി. സ്വാർത്ഥത, സെൽഫിഷ്നെസ് ഇതൊക്കെ ഭക്തിയുള്ള ഒരുത്തന് ഒരിക്കലും ഉണ്ടാവുകയില്ല. നമ്മള് പറയുമല്ലോ, ഓ എന്തിനാ ഈശ്വരനെ വിളിക്കണെ? പല കുട്ടികളും ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികള് ഭക്തിയുള്ളവരുണ്ട് ട്ടോ, ഇല്ലാന്നല്ല പറയുന്നത്. അല്ലാതെ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികള് പറയുമല്ലോ, നിരീശ്വരവാദികളും ഒക്കെ പറയും. നിരീശ്വരവാദികളും കൂടി ഒരു തരത്തില് കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓ പിന്നെ ഭഗവാനെ വിളിച്ചാ എന്താ, ഭഗവാൻ ചോറ് തരുമോ? ഇങ്ങനെ വളരെ പുച്ഛമായിട്ട് ഭക്തിയെ പറയുന്ന. അപ്പൊ ഭക്തി ഒരുവനിൽ ഉണ്ടാവുമ്പോ അയാൾക്ക് ഉണ്ടാവുന്നത് എല്ലാം നല്ല ഗുണങ്ങളാണ്, അല്ലെ? സഹാനുഭൂതി, ദയ, സഹജീവികളോടുള്ള സ്നേഹം, കരുണ, വാത്സല്യം, ഈ പറയുന്ന നല്ല ക്വാളിറ്റീസ് ആണ് ഉണ്ടാകുന്നത്. അല്ലാത്തത് എന്താ? ഭക്തി ഇല്ലാതെ തോന്നിയതുപോലെ നടക്കുമ്പോ അവനവന്റെ കർമ്മയിൽ വിശ്വസിക്കുന്ന നിരീശ്വരവാദികൾ ഉണ്ട് കേട്ടോ. അവരെ ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടുന്നതേ ഇല്ല. അവരെന്താ ചെയ്യാ? അവര് ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് നല്ലത് ലഭിക്കും, ഞാൻ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തിന്മ ലഭിക്കും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഈ കൂട്ടത്തിൽ കൂട്ടണ്ട. കാരണം അവര് ആ കർമ്മ എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തില് ഭഗവാനെ തന്നെയാണ് കാണുന്നത്. ദൈവമൊന്നും ഇല്ല ഈ ലോകത്ത്, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തപ്പോ എന്താ, എന്നെ ആരാ ചോദ്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്റെ കാര്യം വേണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഭക്തിയുള്ള ഒരാളാണെങ്കിൽ പറയില്ലേ, മുകളിൽ ഇരുന്ന ഒരാളെല്ലാം കാണുന്നുണ്ട് പറയും. അപ്പൊ നമുക്ക് തിന്മ ചെയ്യാൻ തോന്നില്ല. തിന്മ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷി തന്നെ നമ്മളോട് പറയും, അരുത്, അത് ചെയ്യരുത്. അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡ് വോയിസ് ശ്രദ്ധിക്കണം എന്ന് പറയും. ഈ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാര്, അതാണ് ഭഗവത് ഭക്തി ഇല്ലാത്ത ആൾക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ ആ ഒരു നിമിഷത്തെ ചിന്തിക്കുന്നുള്ളൂ. ആ, ഇന്ന് ഞാൻ ഇത് ചെയ്താൽ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയാൽ മതി, ഭാവിയിൽ എന്ത് സംഭവിക്കും, ഈ കർമ്മ നമുക്ക് തിരിച്ചടിക്കും എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യം നേടിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരാളല്ല അർജുനൻ എന്നാണ് ഈ 28ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകെ ആ 28ാമത്തെ ശ്ലോകത്തിന്റെ വരികളിലൂടെ സഞ്ചരിച്ചത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ വരികളിലൂടെ നമ്മൾ ആഴ്ന്ന് ചിന്തിക്കുമ്പോൾ അർജുനൻ എന്ന ഒരു ഉത്തമ ഭക്തന്റെ ചിത്രം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ്. ഇനി നമുക്ക് 29ാമത്തെ ശ്ലോകം ചെല്ലാം. വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ. വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ. 29ാമത്തെ ശ്ലോകത്തിലും അർജുനൻ കൃഷ്ണനോട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകളെ കുറിച്ച് പറയാണ്. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലയോ കൃഷ്ണ, എന്റെ ശരീരം ആകെ വിറയ്ക്കുന്നു, എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു, ഗാണ്ഡീവമാകുന്ന എന്റെ വില്ല് എന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്നു, എന്റെ തൊലി ചുട്ടുനീറുന്നു എന്നുള്ളതാണ് അർജുനൻ പറയുന്നത്. അപ്പോ ഈ രോമാഞ്ചം ഉണ്ടാവുന്നു അല്ലെങ്കിൽ എന്റെ ശരീരം ആകെ വിറയ്ക്കുന്നു എന്നുള്ളത് പല തരത്തിലും നമുക്ക് അനുഭവപ്പെടാം, അല്ലെ? നമ്മളിപ്പോ ആത്മാർത്ഥ ഭക്തിയുള്ള ഒരാള് അമ്പലത്തിൽ ചെന്നിട്ട് ആ നടയുടെ ഉള്ളിൽ നിന്ന് ആ ശ്രീകോവിൽ നിന്ന് ഭഗവാനെ കാണുമ്പോ, അല്ലെങ്കിൽ നമ്മള് ഭഗവാനെ വിളിച്ചിട്ടുള്ള ഏതെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഭക്തിഗാനം കേൾക്കുമ്പോ ഒക്കെ നമുക്ക് ചിലപ്പോ ഉള്ളിന്ന്, അല്ലെ, രോമാഞ്ചം വരും, നമ്മുടെ ശരീരം ആകെ വരയ്ക്കണമെന്ന് തോന്നും, നമുക്ക് ഭഗവാനെ നേരിട്ട് അത് നമുക്ക് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രസൻസ് നമുക്ക് അനുഭവപ്പെടാണ്. ഭഗവാന്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഉണ്ടാവുക. പക്ഷെ അർജുനൻ ഇവിടെ പറയുന്നത് ഭൗതിക തലത്തിലുള്ള ഒരു കാര്യമാണ്. അതായത് അർജുനന് ഇപ്പോ ഉള്ളൊരു ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വന്നിട്ട് കൂടി ആ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആശങ്കയാണ്. ഇപ്പൊ പരീക്ഷയെ പേടിക്കുന്ന ഒരു കുട്ടി ഒക്കെ എല്ലാം വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എക്സാം എഴുതാൻ പോയി നിൽക്കുന്ന സമയത്ത് എല്ലാം മറന്നു പോയതുപോലെ, അല്ലെ? എക്സാം ഫിയർ ഉള്ള പല കുട്ടികൾക്കും അനുഭവപ്പെടാറുള്ള ഒരു കാര്യമാണിത്. നമ്മള് ഡാൻസിലും അങ്ങനെ കണ്ടിട്ടുണ്ട്, സ്റ്റേജ് ഫിയർ.
എത്ര നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാലും കുട്ടികൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവർക്കൊരു വിറയലോ പേടിയോ എല്ലാം മറന്നു പോകുന്നു, എനിക്ക് ബ്ലാങ്ക് ആയി പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒരു ഗുരു എന്നുള്ള നിലയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോ തന്നെ ഞാൻ മോട്ടിവേഷൻ കൊടുത്താ വിടാം. ഒരിക്കലും നിങ്ങൾ സ്റ്റെപ്പുകൾ തെറ്റുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ഓഡിയൻസിനെയും ഒരാളെയും നോക്കണ്ട. നിങ്ങൾ നേരെ നോക്കുക. നമ്മൾ മിക്കവാറും പരിപാടികൾ അമ്പലങ്ങളിലായിരിക്കും. അപ്പൊ അവിടെയുള്ള ദേവനോ ദേവിയോ ആരാണോ അവരുടെ മുമ്പിലാണ് നമ്മൾ കളിക്കുന്നതെന്ന് മാത്രം ചിന്തിക്കുക. ബാക്കിയെല്ലാം മറന്നേക്കും. തെറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് നിങ്ങളുടെ മുഖത്ത് കാണിക്കാതെ അതിനെ മാനേജ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക എന്ന് പറയും. അപ്പൊ തെറ്റിയാൽ ടീച്ചർ ചീത്ത പറയില്ല എന്നുള്ളൊരു ധൈര്യം വരുമ്പോ തന്നെ അവര് പകുതി ഓക്കെ ആവും. പിന്നെ ഈ പറഞ്ഞ ഒരു ഐറ്റം ഒന്ന് കയറുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് വരും. അപ്പൊ അതേപോലെ ഭൗതിക തലത്തിലുള്ള ഒരു ഭയമാണ് അർജുനന് ഉണ്ടായത്. അർജുനൻ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി അവിടെ വന്ന് നിന്നു. പക്ഷെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല. ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ബന്ധുക്കളോടാണെന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത തരം ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ കൊണ്ട് അസ്വസ്ഥനായി. ആ അസ്വസ്ഥത മനസ്സിന്റെ അസ്വസ്ഥതയാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന് രോമാഞ്ചം ഉണ്ടാവുന്നു, അദ്ദേഹത്തിന് വിറയൽ ഉണ്ടാവുന്നുണ്ട്. ഒപ്പം ഗാണ്ഡീവം എന്ന വില്ല് കയ്യിൽ നിന്ന് വഴുതി പോവുകയാണ്. അത് പിടിച്ച്, അതായത് അത്ര പോലും ശരീരത്തിന് ശക്തിയില്ലാത്തൊരു തരത്തിലേക്ക്, കുഴഞ്ഞു പോകുന്ന ഒരു തരത്തിലേക്ക് അർജുനൻ മാറി. പിന്നെ പറയുന്നു തൊലി ചുട്ടു നീറുന്നു എന്ന് പറയാണ്. അതായത് താൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണോ, അങ്ങനെയുള്ളൊരു കുറ്റബോധത്തിൽ നിന്നും അദ്ദേഹത്തിന് ഈ പറഞ്ഞ അസ്വസ്ഥതകൾ ഉണ്ടായി എന്നാണ് 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകം ചൊല്ലാം. നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. 30ാമത്തെ ശ്ലോകത്തിലും അർജുനൻ ഉണ്ടാകുന്ന വികാരങ്ങളെ കുറിച്ച് അർജുനൻ കൃഷ്ണന് വിവരിക്കുകയാണ്, കൃഷ്ണനോട് വിവരിക്കുകയാണ്. അപ്പൊ അതിലും പറയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒന്ന് ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ തന്നെ പറഞ്ഞു, ശരീരത്തിന് ഒട്ടും ബലമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, എന്റെ മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ വധിച്ചവനെ, എനിക്ക് എമ്പാടും ദൗർഭാഗ്യ ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നത് എന്നാണ് അർജുനൻ 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ ഈ ശ്ലോകത്തിലും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയാണ്. എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ആകെ കൂടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, എന്റെ മനസ്സ് എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങുന്നു. അപ്പൊ കൃഷ്ണ, കേശവ, കേശി എന്ന അസുരനെ വധിച്ചത് കൊണ്ടാണ് ഭഗവാന് കേശവ എന്ന പേര് വന്നത്. അപ്പൊ കേശവ എന്ന് വിളിക്കുകയാണ് അർജുനൻ. കേശവ, എനിക്ക് എമ്പാടും കാണുന്നത് ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അർജുനൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് സ്വന്തം ബന്ധുക്കളോടാണ്. അപ്പോ അർജുനൻ പറയുന്നതിന് പിന്നിലുള്ള ഒരു ആശങ്ക എന്താന്ന് വെച്ചാൽ യുദ്ധം ജയിച്ചാലും താൻ ജയിച്ചു എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ആരെയാണ് ജയിച്ചിരിക്കുന്നത്? സ്വന്തം ബന്ധുമിത്രാദികളെയാണ് ജയിച്ചിരിക്കുന്നത്. അതിൽ ഒട്ടേറെ പേരുടെ രക്തം വീണിട്ടാണ് ഈ വിജയം നേടിയിരിക്കുന്നത്. അപ്പൊ ആ വിജയം ആസ്വദിക്കാനുള്ളൊരു മനസ്സ് കൂടി ആർക്കുണ്ടാവുന്നില്ല? അർജുനന് ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അർജുനൻ എന്താ പറയാ, ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, എനിക്കിനി യുദ്ധം ചെയ്യണ്ട കൃഷ്ണ, ഞാൻ ആകെ തളർന്നു പോയി, എന്നെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല എന്ന് കൃഷ്ണനോട് പറയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ 30ാമത്തെ ശ്ലോകത്തില്. എനിക്ക് ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, എന്റെ മനസ്സ് എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, എനിക്ക് എമ്പാടും കാണുന്നത് ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ്. അപ്പൊ ജയിച്ചാലും ഭാഗ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എവിടെയും എനിക്ക് ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇനി നമുക്ക് 31ാമത്തെ ശ്ലോകം ചൊല്ലാം. നച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. നച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. 31ാമത്തെ ശ്ലോകത്തില് അടിയറവ് പറയാണ് അർജുനൻ പറയാണ്, ബന്ധുക്കളെ ഈ യുദ്ധത്തിൽ വധിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? എനിക്കൊന്നും വേണ്ട, എനിക്ക് രാജ്യവും വേണ്ട, എനിക്ക് സുഖവും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് ഒരു എല്ലാം ത്യജിക്കുന്ന ഒരു സ്റ്റേജില് അർജുനൻ എത്തി നിൽക്കാണ്. അപ്പോ
ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അർജുനൻ ആരാണ്? അർജുനൻ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താ? രാജ്യം ഭരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രാജ്യം ക്ഷത്രിയന് കൂടിയേ തീരൂ. സ്വന്തം അച്ഛൻ അവകാശപ്പെട്ട രാജ്യം അവര് തടഞ്ഞു വെച്ചത് കൊണ്ട് അതിനെ യുദ്ധം ചെയ്ത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അർജുനന്റെ ധർമ്മം. അവരവരുടെ ധർമ്മം ചെയ്യാതെ ഞാൻ ത്യജിക്കുകയാണ്, ഞാൻ സന്യാസത്തിന് പോവാണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ കാട്ടുപോയി ഇരിക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ ധർമ്മം അവരവര് ചെയ്തേ തീരും. ഓരോരുത്തർക്കും ഓരോ ധർമ്മം പറഞ്ഞിട്ടുണ്ട് അല്ലെ. അർജുനനെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് തോന്നാത്ത ഒരുവന് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല അല്ലെ. വിശപ്പില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്യാനോ കഴിക്കാനോ ഉള്ള മനസ്സുണ്ടാവില്ല. അതുപോലെ തന്നെ എന്തിനാണ് ഞാനിപ്പോ യുദ്ധം ചെയ്യുന്നത്? ഞാൻ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണം? ഞാൻ എന്റെ ബന്ധുക്കളെയാണ് കൊല്ലുന്നത്. അതുകൊണ്ട് യാതൊരു ഗുണം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഈ രാജ്യവും വേണ്ട, സുഖവും വേണ്ട എന്ന് പറയാൻ. അപ്പൊ ഇതൊരു തരം നമ്മൾ പറയില്ലേ എസ്കേപ്പിസം എന്നോ അങ്ങനെ ഒരു വാക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ അഭിമുഖീകരിക്കാതെ അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നവര് പലരും ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കുന്ന വാർത്തകളിൽ ഒന്നാണ് ആത്മഹത്യ എന്നുള്ളത് അല്ലെ. സ്വന്തം ജീവിതം സ്വയമേ തന്നെ നശിപ്പിക്കുക. ആ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്ക് പൊരുതി ജീവിതത്തിൽ ജീവിക്കാം. പക്ഷെ പലർക്കും ആ ഒരു ഘട്ടത്തിൽ അത് ചെയ്യാൻ സാധിക്കില്ല. ഭഗവാൻ കൃഷ്ണനെ പോലെ യഥാർത്ഥ വഴി പറഞ്ഞു കൊടുക്കാൻ അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് അതങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. നിസ്സാര കാര്യങ്ങൾക്കാണ് ഓരോ കുട്ടികള്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളും ഒക്കെ ഈ ആത്മഹത്യയുടെ മേല്. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. നമ്മളെ ഈ നമ്മുടെ പുരാണങ്ങൾ, നമ്മുടെ ഇതിൽ തന്നെ എത്ര കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഭഗവത്ഗീത ആവട്ടെ, നാരായണി ആവട്ടെ, ഭാഗവത ആവട്ടെ, കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഭഗവത്ഗീത. ഗീത ക്ലാസ്സുകള് ഇപ്പൊ ഒക്കെ കുറെയൊക്കെ നമ്മുടെ അടുത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ കൊണ്ടു ചെന്ന് നമ്മൾ നമ്മുടെ മക്കളെ ചെന്ന് വിടണം. അവരല്ലാതെ ഏത് നേരവും ഈ ഫോണിനോടും വേണം വേണ്ട എന്നല്ല പറയുന്നത്. ഇന്നത്തെ നമ്മൾ ഓരോ തലമുറയിലും എന്താണോ ഉള്ളത് ആ തലമുറയിലെ ആൾക്കാരായിട്ട് നമ്മൾ ജീവിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഫോണ് വേണം, അതിൽ അവർ കളിക്കണം. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ അതിനോട് ഒരു തരം ആസക്തി വരികയാണ് കുട്ടികൾക്ക്. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പോയി സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വാശി, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അർജുനനും അത് തന്നെയാണ്. അർജുനന്റെ ധർമ്മം എന്താ? സ്വന്തം രാജ്യം സംരക്ഷിക്കുക. ക്ഷത്രിയനാണ് അർജുനൻ. അപ്പൊ അർജുനന്റെ ധർമ്മം അർജുനൻ ചെയ്യണം. അപ്പൊ കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ധർമ്മമുണ്ട്. അവരുടെ ഈ പ്രായത്തിൽ അവർ എന്ത് ചെയ്യണം? അവർ കളിക്കണം, അവർക്ക് ശാരീരികമായിട്ടുള്ള ഉന്മേഷം ഉണ്ടാവണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. ആ പഠിക്കാനും അവർക്ക് ഫോണിലൂടെ സാധിക്കും. പക്ഷെ പലരും അതിനെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരവരുടെ ധർമ്മം എന്താണെന്ന് അവർ മനസ്സിലാക്കിയാൽ, അങ്ങനെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ അവർക്കും ഒരാളുണ്ടായാൽ കുട്ടികൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു വഴിക്ക് പോവില്ല. അപ്പോ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് ഭഗവത്ഗീത എന്ന് പറയില്ലേ, നമ്മുടെ ജീവിതത്തിന്റെ യൂസർ മാനുവൽ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. യൂസർ മാനുവൽ ആണ്. ഇതിലെല്ലാം വായിക്കുമ്പോൾ നമ്മളില് അർജുനനിൽ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കുന്നില്ലേ? നമ്മളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് വേണ്ടത്. അപ്പൊ അതിന് എന്താണ് പരിഹാരം? അത് നമുക്ക് നമ്മുടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ തന്നെ നമുക്ക് നേരിട്ടത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. 31ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ, അർജുനൻ എല്ലാം വിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിയാനുള്ളൊരു സിറ്റുവേഷനിൽ വരെ എത്തി. അതായത് അർജുനൻ പറയുന്നത്, ബന്ധുക്കളെ കൊന്നിട്ട് ഈ യുദ്ധം ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്റെ ബന്ധുക്കളെ തന്നെയാണ് കൊല്ലുന്നത്. അവരെ കൊന്നിട്ട് എനിക്ക് എന്ത് ഗുണമാണ് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് സുഖം വേണ്ട, എനിക്ക് എന്റെ രാജ്യവും വേണ്ട, ഞാൻ എവിടെയെങ്കിലും വനവാസത്തിന് പൊക്കോളാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളും പലപ്പോഴും നമ്മുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇനി ഒന്നും വേണ്ട, ഞാൻ എല്ലാം മതിയാക്കി നിർത്തി, ഇനി കിട്ടുന്നതാവട്ടെ എന്ന് പറഞ്ഞ നമ്മളും മനസ്സ് മടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറില്ലേ? അതേപോലെ തന്നെ അർജുനനും ഉണ്ടായിന്നാ പറയുന്നത്. ഇനി നമുക്ക് 35 വരെയുള്ളത്, അതായത് 32, 33, 34, 35 ശ്ലോകങ്ങൾ ഒന്നിച്ച് ചൊല്ലിയിട്ട് അതിന്റെ വ്യാഖ്യാനം ഒന്നിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചൊല്ലാം. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്തെ കാംക്ഷിതം നോ
राज्यं भोगा सुखानि च किं नो राज्येन गोविन्द किं भोगैर्जीवितेन वा येषामर्थे काङ्क्षितं नो राज्यं भोगा सुखानि च तैमेव स्थिता युद्धे प्राणां त्यक्त्वा धनानि च आचार्या पितर पुत्रास्तथैव च पितामहा तैमेव स्थिता युद्धे प्राणां त्यक्त्वा धनानि च आचार्या पितर पुत्रास्तथैव च पितामहा मातुला श्वशुरा पौत्रा स्याला सम्बन्धिनस्तथा एतान्न हन्तुमिच्छामि ज्ञतोऽपि मधुसूदन मातुला श्वशुरा पौत्रा स्याला सम्बन्धिनस्तथा एतान्न हन्तुमिच्छामि ज्ञतोऽपि मधुसूदन अपि त्रैलोक्यराज्यस्य हेतो किं नु मही कृते निहत्य धार्तराष्ट्रान्न का प्रीति स्यात् जनार्दन अपि त्रैलोक्यराज्यस्य हेतो किं नु मही कृते निहत्य धार्तराष्ट्रान्न का प्रीति स्यात् ജനാർദ്ദന 32, 33, 34, 35 ഈ ശ്ലോകങ്ങളിലെ 32ാമത്തെ ശ്ലോകത്തില് ഗോവിന്ദ എന്നാണ് അർജുനൻ കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ഗോവിന്ദ എന്ന പദത്തിന് ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നവൻ എന്നുകൂടി ഭഗവാൻ കൃഷ്ണൻ അർത്ഥമുണ്ട്. കൃഷ്ണന്റെ ഗോവിന്ദൻ എന്ന ആ പേരിന് അങ്ങനെയും കൂടി അർത്ഥമുണ്ട്. അപ്പൊ തന്റെ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഭഗവാൻ മനസ്സിലാക്കണം എന്നുള്ളൊരു ധ്വനി കൂടി, അങ്ങനെയുള്ളൊരു അർത്ഥം അതിലുള്ളിൽ വെച്ചുകൊണ്ടാണ് അർജുനൻ കൃഷ്ണനെ ഗോവിന്ദ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും തന്റെ ഭക്തന്മാർ ആഗ്രഹിക്കുന്ന തോതിലല്ല നമുക്ക് നൽകുന്നത്. നമ്മൾ അർഹിക്കുന്ന തോതിലാണ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫലേച്ഛയും കൂടാതെ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ഒരു ഭക്തന്, എന്നുവെച്ചാൽ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറയാതെ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിളിച്ച് തന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഭക്തന് അവൻ ചോദിക്കാതെ തന്നെ അവന്റെ ആവശ്യങ്ങള് ഭഗവാൻ നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്താൽ മതി, അതിന്റെ ഫലം ഭഗവാൻ തന്നിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുക, ഉത്തമ ഭക്തനായിരിക്കുക. നമ്മള് ചോദിക്കും ഭഗവാനോട്, അല്ലെ? പലരും ചോദിക്കാറുണ്ട്, ഭഗവാനെ കൃഷ്ണ എനിക്ക് അത് തരണേ, എനിക്ക് ഇത് തരണേ. അപ്പൊ അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രമേ ഭഗവാൻ നമുക്കത് തരികയുള്ളൂ. നമ്മൾ നിറയെ ചോദിച്ചാലും നമുക്കത് അർഹതയുണ്ടോ എങ്കിൽ ആ അർഹതപ്പെട്ട തോതേ കിട്ടുള്ളൂ. അതിന് കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതിനുവേണ്ടി എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ഗോവിന്ദ എന്ന പദത്തില് നമ്മൾ അത്രയും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പൊ ഗോവിന്ദ എന്ന അഭിസംബോധന ചെയ്തത് എന്റെ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഭഗവാൻ മനസ്സിലാക്കണം എന്ന് ഉള്ളൊരു അർത്ഥം വെച്ചാണ് അർജുനൻ കൃഷ്ണനെ ഗോവിന്ദ എന്ന് വിളിച്ചത്. അപ്പോ അർജുനൻ പറയാണ് കൃഷ്ണനോട്, ഈ രാജ്യവും ഈ സുഖഭോഗങ്ങളും എല്ലാം കിട്ടിയിട്ട് ഭഗവാനെ എനിക്ക് എന്തിനാണ്? ഇപ്പൊ യുദ്ധം ചെയ്താൽ രാജ്യം കിട്ടും, സുഖഭോഗങ്ങൾ കിട്ടും. പക്ഷെ അതൊക്കെ കിട്ടിയിട്ട് എനിക്ക് എന്തിനാണ്? ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ സമ്പാദിക്കുന്നതും നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ തന്നെയും ഇതാ സ്വന്തം സ്വത്തും പ്രാണനും തന്നെ അപായത്തിലാക്കിയിട്ടാണ് ഈ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ നേടിക്കഴിയുമ്പോൾ ഇതിൽ പലരും ജീവനോടെ ഉണ്ടാവുകയില്ല. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? 3 ലോകങ്ങൾ തരാം എന്ന് പറഞ്ഞാലും ഞാൻ ഇവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെയാണോ ഒരു ഇത്തിരി മണ്ണിന് വേണ്ടി ഞാൻ ഇവരോട് യുദ്ധം ചെയ്യുന്നത്? അതായത് 3 ലോകങ്ങളും ഇവരെ ജയിച്ചാൽ കിട്ടുന്നു വന്നാൽ പോലും ഞാൻ എന്റെ ബന്ധുക്കളെ കൊല്ലാൻ തയ്യാറല്ല. പിന്നെ ഞാൻ എന്തിനൊരു ഇത്തിരി മണ്ണിന് വേണ്ടി എന്റെ ബന്ധുക്കളോട്
യുദ്ധം ചെയ്യണം, അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലയോ ജനാർദ്ദന, ഈ ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട്, ധാർത്തരാഷ്ട്രന്മാരെന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ മക്കള് അല്ലെങ്കിൽ ധൃതരാഷ്ട്രരുടെ കൂടെ നിൽക്കുന്നവര്, അവരെ ഹിംസിച്ചിട്ട് എനിക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത് എന്ന് അർജുനൻ ചോദിക്കുന്നു. അപ്പൊ ഇതില് വേറൊരു കാര്യം കൂടിയുണ്ട്. അർജുനന്റെ കൂടെയുള്ളവരെയും ഒക്കെ ഉപദ്രവിച്ചത് കൗരവരാണ്, അല്ലെ? സ്വന്തം, അതായത് ഭഗവാനെ അപമാനിച്ചാൽ ഭഗവാൻ ക്ഷമിച്ചു എന്ന് വരും. എന്നാൽ ഭഗവാന്റെ ഭക്തന്മാരെ അപമാനിച്ചാൽ അതൊരിക്കലും ഭഗവാൻ ക്ഷമിക്കില്ല. അപ്പോ ശരിക്കു പറഞ്ഞാൽ യുദ്ധഭൂമിയിൽ അർജുനൻ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭഗവാൻ കൃഷ്ണന്റെ തീരുമാനമാണ് ഇവരൊക്കെ വധിക്കപ്പെടേണ്ടവരാണ്, ഇവരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ അർഹതയില്ലാത്തവരാണ് എന്നുള്ളത് ആര് തീരുമാനിച്ചിട്ടുണ്ട്? ഭഗവാൻ കൃഷ്ണൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരെ അത്ര കണ്ടവര് ഉപദ്രവിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പാഞ്ചാലിയൊക്കെ കൃഷ്ണ എന്ന് വിളിച്ചിട്ടല്ലേ ഭഗവാൻ വന്ന്, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തയാണ് പാഞ്ചാലി. അപ്പൊ അത്രയും തന്റെ ഭക്തന്മാരെ ഉപദ്രവിച്ച ആൾക്കാരോട് ഭഗവാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഭഗവാനെ അപമാനിച്ചാൽ ഭഗവാൻ ക്ഷമിക്കും, പക്ഷെ ഒരിക്കലും ഭഗവാന്റെ ഭക്തന്മാരെ അപമാനിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ വെച്ച് പൊറുപ്പിക്കുകയില്ല എന്നുള്ളതാണ്. ഭഗവാൻ അതിനെ ചോദ്യം ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൗരവരൊക്കെ ഈ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ വിധി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അത് അർജുനന് മനസ്സിലാവുന്നില്ല. അർജുനൻ ഈ ഭൗതികമായിട്ടുള്ള തലത്തിലാണ് ചിന്തിക്കുന്നത്, താൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ 4 ശ്ലോകങ്ങളുടെ അർത്ഥം. അതില് അർജുനൻ കൃഷ്ണനോട് പറയാണ്, അല്ലയോ ഗോവിന്ദ, ഈ സുഖഭോഗങ്ങളും ഈ മണ്ണും ഈ രാജ്യവും ഒക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് നേടാനാണ്? ആർക്കു വേണ്ടിയാണോ ഇതെല്ലാം നേടുന്നത് അവരൊക്കെ ഇതാ രണഭൂമിയില് സ്വന്തം പ്രാണൻ വെടിയാൻ തയ്യാറായി നിൽക്കുന്നു. ഈ 3 ലോകങ്ങൾ തന്നെ തരാമെന്ന് പറഞ്ഞാലും ഇവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. പിന്നെയാണോ ഒരിത്തിരി മണ്ണിന് വേണ്ടി ഞാൻ ഇവരോട് യുദ്ധം ചെയ്യുന്നത്? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് എനിക്ക് എന്ത് നേടാനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ 35 ശ്ലോകങ്ങൾ വരെ ചൊല്ലി. ഇനി നമുക്ക് അടുത്ത വീഡിയോയില് ഈ ആദ്യത്തെ അധ്യായം മുഴുവനായിട്ടും നമുക്ക് ചൊല്ലി പൂർത്തിയാക്കാം. ഇന്ന് ചൊല്ലിയ 26 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാത്ര പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത്. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്തെ കാംക്ഷിതം നോ രാജ്യം ഭോഗാ സുഖാനി ച തയിമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യാ പിതര
पुत्रास्तथैव च पितामहा मातुला श्वशुरा पौत्रा स्याला सम्बन्धिनस्तथा एतान्न हन्तुमिच्छामि ज्ञतोऽपि मधुसूदन अपि त्रैलोक्यराज्यस्य हेतो किं नु मही कृते निहत्य धार्तराष्ट्रान्न का प्रीति स्यात् जनार्दन सर्वं श्रीकृष्णार्पणमस्तु।